അപ്പോൾ ന്യൂക്ലിയസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചു. അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിലേക്ക് വരാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ സൈസാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എത്രയാണ് എന്ന് നോക്കാം. അപ്പം അതും റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് വെച്ചാണ് നമ്മൾ ന്യൂക്ലിയർ സൈസ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈസ് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ്, ന്യൂക്ലിയസ് ഒക്കെ സ്ഫെറിക്കലാണെന്നുള്ള കൺസെപ്റ്റിൽ അതിൻ്റെ റേഡിയസ് വെച്ചാണ് നമ്മൾ ന്യൂക്ലിയർ സൈസ് പറയുന്നത്. അപ്പോൾ ഫ്രം റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് it is found that the size of the nucleus is of the order of 10⁻⁻⁴ into 10⁻⁻15. എല്ലാ ന്യൂക്ലിയസിനും ഒരേ സൈസ് ആയിരിക്കില്ല. ന്യൂക്ലിയസിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ സൈസും ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ വേരി ചെയ്യും. അപ്പോൾ അതിൻ്റെ മെയിൻ റേഡിയസ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻14 മീറ്റർ ടു 10⁻15 ആണ്. എന്നാൽ ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ആറ്റമിക് റേഡിയസ് എന്ന് പറയുന്നത് about 10,000 times greater than the radius of the nucleus. അപ്പോൾ ആറ്റമിക് റേഡിയസ് നമുക്കറിയാം എന്താണ്, ഒരു ആങ്സ്ട്രം, അതായത് 10⁻10 മീറ്ററൊക്കെയാണ് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10⁻14 മുതൽ 15 മീറ്റർ വരെയാണ് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയർ സൈസ് ഈസ് 10,000 ടൈംസ് സ്മോളർ ദാൻ ദി റേഡിയസ് ഓഫ് ആൻ ആറ്റം. ഇനി ഓരോ ന്യൂക്ലിയസിനും ഓരോ റേഡിയസ് ആയിരിക്കും അല്ലേ. ന്യൂക്ലിയസിൻ്റെ സൈസ്, ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേരി ചെയ്യുന്നു. അപ്പോൾ അതിനൊരു എംപിരിക്കൽ ഫോർമുല, ഈ ന്യൂക്ലിയോൺസിൻ്റെ നമ്പറും അത് ന്യൂക്ലിയസിൻ്റെ റേഡിയസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു എംപിരിക്കൽ ഫോർമുല, അതും ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എംപിരിക്കലായിട്ട് കൊണ്ടുവന്ന ഒരു ഫോർമുലയാണ് ന്യൂക്ലിയർ റേഡിയസ് R is equal to R0 a⁻1/3 എന്നുള്ളതാണ് ആ ഒരു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ന്യൂക്ലിയർ റേഡിയസ് ആണ്. സ്മോൾ r0 എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 1.3 × 10⁻15 മീറ്റർ ആണ്. ദെൻ A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്, അതായത് ന്യൂക്ലിയോൺ നമ്പറാണ് A എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഓരോ ന്യൂക്ലിയസിൻ്റെയും റേഡിയസ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ കാർബൺ എന്ന് പറയുന്ന കാർബൺ 612 ആ ഐസോട്ടോപ്പിൻ്റെ ന്യൂക്ലിയർ റേഡിയസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയർ റേഡിയസ് R is equal to R0 × a⁻1/3 എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ R0 എന്ന് പറഞ്ഞാൽ 1.3 × 10⁻15 ആണ്. ഇൻറ്റു A എന്ന് പറയുന്നത് ഇവിടെ 12, കാർബൺ 12 ആണ്. അപ്പോൾ 12⁻1/3 ആ ഒരു ഇക്വേഷന് നമുക്ക് കൊടുക്കുമ്പോൾ കാർബൺ 12ൻ്റെ ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത് 3 ഫെംറ്റോമീറ്റർ എന്ന് കിട്ടും. ഇതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു എംപിരിക്കൽ ഇക്വേഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സിൽവറിൻ്റെ റേഡിയസ്, ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാം. അതിൽ A എന്ന് പറയുന്നത് 107 ആണ്. അപ്പോൾ 107⁻1/3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് സിൽവർ 107 ഈസ് 6.2 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി എന്ന് കിട്ടും. ദെൻ യുറേനിയം, നമുക്കിപ്പം പ്രപഞ്ചത്തിൽ കാണുന്ന ഏറ്റവും വലിയ ന്യൂക്ലിയസ് ആയ, ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യൽ ആണല്ലോ, നമ്മൾ നാച്ചുറലി ഒക്കറിങ് ന്യൂക്ലിയസ് ആണ് U92-238 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡിനറി ന്യൂക്ലിയസ്, ഐസോട്ടോപ്പ് അല്ല, അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ആണ് യുറേനിയം 238. ആ യുറേനിയം 238ൻ്റെ ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ A എന്ന് പറയുന്നത് 238 ആണ്. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 8.1 ഫെംറ്റോമീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 8.1 ഫെർമിയാണ് എന്തിൻ്റെ ന്യൂക്ലിയർ റേഡിയസ്, യുറേനിയം 238ൻ്റെ ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത് മാത്രമല്ല, ഇത് വെരിഫൈ ചെയ്തതാണ്. ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രോൺ ഇലക്ട്രോൺ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അത് ഈ ഒരു ഇക്വേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചത്. ദെൻ അടുത്തൊരു ന്യൂക്ലിയർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാസ്സാണ്. അപ്പോൾ ന്യൂക്ലിയർ മാസ് നമുക്കറിയാം, ന്യൂക്ലിയസിനകത്ത് ഉള്ളത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. രണ്ടും മാസ്സുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസ് തന്നെയാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം
1.67 × 10⁻⁻27 കിലോഗ്രാമാണ് ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഏകദേശം മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് എടുക്കുകയാണ്, Z അറ്റോമിക് നമ്പറും A മാസ് നമ്പറും ഉള്ള ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? ഇറ്റ് ഈസ് സം ഓഫ് മാസ് ഓഫ് അറ്റ്സ് കോൺസ്റ്റിറ്റ്വൻറ്റ് ന്യൂക്ലിയോൺസ്. അതിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മാസിൻ്റെ ആഡ് ചെയ്തെടുക്കുന്നതാണ് ആ ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ Z മാസ് ഉള്ള ഒരു അല്ലെങ്കിൽ Z അറ്റോമിക് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയസ് ആണ്. A ആണ് അതിൻ്റെ മാസ് നമ്പർ. അതിൽ നിന്ന് നമുക്ക് ന്യൂട്രോൺ നമ്പർ കിട്ടും N = A-Z എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ മാസ് നമുക്ക് എങ്ങനെ അറിയാം? ന്യൂക്ലിയർ മാസ് Mn എന്ന് കൊടുക്കാം. Mn = ZMP + NMn. ഇവിടെ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പറാണ്. MP എന്ന് പറയുന്നത് മാസ് ഓഫ് എ സിംഗിൾ പ്രോട്ടോൺ, ഒരു സിംഗിൾ പ്രോട്ടോണിൻ്റെ മാസാണ് MP. അതുപോലെ തന്നെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. അത് നമ്മൾ മറ്റേ ഇക്വേഷൻ Z മാസ് അറ്റോമിക് നമ്പർ A മാസ് നമ്പർ ആകുമ്പം ന്യൂക്ലിയോൺ നമ്പർ N = A-Z ആണ്. അതിൽ നിന്നും നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് NMn. N നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. Mn എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ന്യൂട്രോണിൻ്റെ മാസാണ്. അപ്പോൾ ഏകദേശം ഈ പ്രോട്ടോൺ മാസും ന്യൂട്രോൺ മാസും ഏകദേശം ഈക്വൽ ആണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ടോട്ടൽ ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത് ZMP + NMn, where Z and N are the proton number and neutron number respectively, and MP and Mn are the mass of proton and mass of neutron. അങ്ങനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൻ്റെ സമ്മെടുത്ത് കോൺസ്റ്റിറ്റ്വൻ്റ് ന്യൂക്ലിയോൺസിൻ്റെ മാസിൻ്റെ സമ്മെടുത്താണ് ന്യൂക്ലിയർ മാസ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ നമ്മൾ എക്സ്പെരിമെൻ്റലി മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മാസ് എക്സ്പെരിമെൻ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റലി നമ്മളൊരു ന്യൂക്ലിയസിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാസിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ആക്ച്വൽ ന്യൂക്ലിയർ മാസ് ഓർ റിയൽ ന്യൂക്ലിയർ മാസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി സം ഓഫ് ദി മാസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്വൻ്റ് ന്യൂക്ലിയോൺസ്. കോൺസ്റ്റിറ്റ്വൻ്റ് ന്യൂക്ലിയോൺസിൻ്റെ മാസിൻ്റെ സമ്മിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും ആക്ച്വൽ ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ മാസിനെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാസ് ഡിഫക്റ്റ് നമ്മൾ Δm എന്ന് പറയുന്നൊരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു മാസ് ഡിഫക്റ്റ് ഉണ്ട്, അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എന്താണ് മാസ് ഡിഫക്റ്റ്, അത് എന്തിനുപയോഗിക്കുന്നു, അപ്പോൾ അത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിക്ക് ആ മാസ് ഡിഫക്റ്റ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ.